ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശിയുടെ ഈ കൊച്ചുമോളെ എനിക്കങ്ങ് ബോധിച്ചു. മാധവേട്ടന് ഒരു ചെറിയ ജോലി കിട്ടി. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയില് സെക്യൂരിറ്റി പണിയാ. ഈ ഒരാഴ്ച നൈറ്റ് ഡ്യൂട്ടിയാ. രാത്രി കഴിക്കാനുള്ള ആഹാരം പൊതിഞ്ഞത്. അച്ഛന് ജോലി കിട്ടിയത് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ രാത്രി ഉറക്കം കളഞ്ഞുള്ള സെക്യൂരിറ്റി പണി വേണമായിരുന്നോ? കള്ളന്മാരുടെ ശല്യമൊക്കെ ഉള്ള കാലോ. രാത്രി ഒറ്റയ്ക്ക്. എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല മോളെ. രാത്രിയിൽ മുഴുവൻ ഉറക്കം ഒഴിഞ്ഞ് മാധവേട്ടൻ അവിടെ സെക്യൂരിറ്റി പണി എടുക്കുമ്പോ എനിക്ക് ഉറക്കം വരില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടും. മാധവേട്ടൻ ജോലിക്ക് പോണ്ട, ഞാൻ വല്ല തൊഴിലുറപ്പിനോ സൂപ്പർ മാർക്കറ്റിലോ പോകാന്ന് പറഞ്ഞ സമ്മതിക്കേയില്ല. വല്ലാത്തൊരു സങ്കടത്തിലാ മോളെ ഞാൻ. ജീവിക്കാൻ വേറെ ഒരു വഴിയില്ലെങ്കിൽ ജോലിക്ക് പോയല്ലേ പറ്റൂ. ജീവിക്കാൻ എങ്ങനെ വഴിയില്ല? അതായി ആദ്യം അത് ചിന്തിക്കേ. ജോലിയിൽ നിന്ന് പിരിയുമ്പോ കമ്പനി കൊടുക്കുന്ന PF തുക വിശ്രമ സമയത്തെ കരുതൽ ധനമാണ്. അതല്ലാതെ മുടിയനായ പുത്രന് ദൂർത്തടിക്കാൻ കൊടുക്കാനുള്ള ഫണ്ടല്ല. അങ്ങനെ വിവരക്കേട് കാണിച്ചുകൊണ്ടാ ഇങ്ങനെ രാവും പകലും ഇല്ലാണ്ട് തെണ്ടി നടക്കേണ്ടി വരുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോഴേ ചിരിയാ വരുന്നത്. ത്യാഗോജല ജീവിതത്തിന്റെ പ്രതിബിംബങ്ങളാണെന്ന് കാണിക്കാൻ വയസ്സാങ്കാലത്ത് നടത്തുന്ന ഒരു തരം താണ നാടകം കളി. പ്രകാശേട്ടാ, വയസ്സാങ്കാലത്ത് രാവും പകലും നോക്കാതെ ഏതെങ്കിലും ഒരു അച്ഛൻ ജോലിക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിലേ അത് മക്കളുടെ പിടിപ്പുകേടുകൊണ്ടാ. അല്ലാതെ നാടകം കളിക്കാൻ വേണ്ടിയൊന്നല്ല. അപ്പൊ നിന്റെ തള്ള കണ്ടടം കേറി ഇറങ്ങി എച്ചിൽ പാത്രം കഴുകുന്നതേ നിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും, ഇല്ലടേ? അല്ല, എന്റെ കെട്ടിയോന്റെ കുഴപ്പം കൊണ്ടാ. വേണ്ട. തർക്കവും തമ്മിത്തല്ലുമൊക്കെ അങ്ങ് മുറിക്കകത്ത്. ഇവിടെ മനുഷ്യന് സമാധാനം വേണം. അത് കാശ് ചെലവുള്ള കാര്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അതെങ്കിലും കിട്ടണം. ചന്ദ്രു, ചോറ് റെഡിയായോ? റെഡിയായി. കളക്ടർ ഉദ്യോഗല്ലേ, സമയം തെറ്റാൻ പാടില്ലല്ലോ. ചന്ദ്രു, ജീവിതത്തിൽ തെറ്റിപ്പോയതൊന്നും പിന്നീട് തിരുത്താൻ പറ്റില്ല. അത് മണ്ണിന്റെ കാര്യത്തിലായാലും അതെ, മക്കളുടെ കാര്യത്തിലായാലും അതെ. സുമിത്രേ, വാ. എന്ത് പിണ്ണാക്ക് കാണാൻ നിക്ക? വാ. ആ, ഇങ്ങോട്ട്. അതേട്ടാ, രാത്രിയിലെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണേ. ഗുളികയും കഴിക്കണം. ഓ, വെള്ളം. നാളെ ഒരു ചോറ്റുപാത്രം വാങ്ങണം. ഇന്നിപ്പോ വാഴയിലല്ല പൊതിഞ്ഞേക്കുന്നത്. ആഹാ, നന്നായി. ഈ വാട്ടിയ തൂഷനിലയില് ചൂടുള്ള ചോറും ചമ്മന്തിയും ഒരു കടുമാങ്ങ അച്ചാറും ഈ മുട്ട പൊരിച്ചതും കൂടി വെച്ച് കെട്ടി പൊതിഞ്ഞു തരുന്ന പൊതിച്ചോറിന്റെ ആ രുചി മറ്റൊന്നിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓ, ഓർക്കുമ്പോ തന്നെ മൂക്കൽ അതിന്റെ ആ മണം ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. എന്നും പൊതിച്ചോറ് തന്നുവിടാനേ ഇവിടെ വാഴയൊന്നുമില്ല. ഓ, അപ്പൊ ആ പ്രതീക്ഷയും പോയി. അല്ല, ഞാൻ കമ്പനി പോകുമ്പോ കൊണ്ടുവരുന്ന ചോറ്റുപാത്രം ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? അതിൽ തന്നുവിട്ടാലും മതിയല്ലോ. അതിന്റെ കാര്യമൊന്നും പറയണ്ട. അച്ഛൻ പെൻഷനായില്ലേ, ഇനി ചോറ്റുപാത്രം എന്തിനാ? മോൾക്ക് ചോറ് കൊണ്ടുപോകാൻ പാത്രം ഇല്ലെന്നും പറഞ്ഞ് വസന്ത എടുത്തോണ്ട് പോയി. പോയിട്ട് വരട്ടെ ചന്ദ്രു. സൂക്ഷിക്കണം. സെക്യൂരിറ്റി പണിയാണെന്നും വിചാരിച്ച് പുറത്തെങ്ങും ഇരിക്കണ്ട. ആരോടും
തർക്കത്തിനും വഴക്കിനും ഒന്നും പോണ്ട. ഓ ഏറ്റു പോരെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഫോൺ എടുക്കണം. ആ പോയിട്ട് വാ മാധവേട്ട. ഈശ്വരാ. വർഷ ഉണ്ടാക്കിയ ചിക്കൻ കറി എത്ര കഴിച്ചാലും മതി വരില്ല. ഹോ, എന്താ ഒരു ടേസ്റ്റ്. വിക്രം മഹാഭാഗ്യവാന, ഭാര്യ നല്ല സ്മാർട്ട്, സുന്ദരി. ഹ, ഇവളുണ്ടാക്കുന്ന കറിക്ക് അതിനേക്കാൾ സൗന്ദര്യം. ആ, നിന്നോട് എനിക്കിപ്പോ അസൂയ തോന്നുന്നു. നീ ഒരു ഭാഗ്യവാനാ മച്ചു. ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടക്കാതെ വർഷയെ പോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കും മോനെ. അപ്പോ എന്നും നല്ല രുചിയുള്ള കറികളൊക്കെ കൂട്ടാലോ. ഈ മുത്തശ്ശിയുടെ ഒരു തമാശ. ഒരു കാര്യം ഉറപ്പാ മുത്തശ്ശി, മുത്തശ്ശിയുടെ ഈ കൊച്ചുമോളെ എനിക്കങ്ങ് ബോധിച്ചു. കൊട്ടാ